വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജ് കട്ട്ലറ്റ് ആണ്. പനീർ കട്ട്ലറ്റ്. 1 കപ്പ് പനീർ പൊടിച്ചെടുത്തത്. പനീർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ടെ തിളച്ച വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ട്, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് അതിനകത്തോട്ട് ഈ പനീർ ഇട്ട് കഴിഞ്ഞിരുന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതങ്ങനെ കൈകൊണ്ട് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ്. അതായത് ഇതുപോലൊരു ഉരുളക്കിഴങ്ങാണ് എടുത്ത് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് ഇനി അതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. സവോള, ഒരു സവോളയുടെ പകുതി അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബീൻസ്, ഒരു 5 ബീൻസ് ഉണ്ട്. അതും ചെറിയ ബീൻസ് ആയിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. നടുവേ ഒന്ന് കീറിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. 2 പച്ചമുളകും നടുവേ കീറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ ഗരം മസാലപ്പൊടിയൊന്നുമല്ല, ഒറിഗാനാണ് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഡ്രൈ മാംഗോ പൗഡറാണ്. നമ്മൾ സാധാരണ കട്ട്ലറ്റിലൊക്കെ സോയാ സോസ് ചേർക്കാറുണ്ട്, ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ട്. എരി, പുളി, ഉപ്പ് ഇതെല്ലാം കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചേർക്കാറുണ്ട്. ഇതിലത് ചേർക്കുന്നില്ല. അതിന് പകരം ചേർക്കുന്നതാണ് ഡ്രൈ മാംഗോ പൗഡർ, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം മുക്കി പൊരിക്കാനായിട്ട്. ഇതൊരു വെജിറ്റേറിയൻ കട്ട്ലറ്റ് അല്ലേ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടാണ്. അതൊന്ന് കലക്കിയെടുക്കണം. ഒരല്പം ഉപ്പ്, ഒരുപാട് അങ്ങ് ലൂസാകണ്ട. ഇതുപോലെ കലക്കിയെടുത്ത് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ ഉണ്ട്. ഇഞ്ചി ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് വിട്ടുപോയതാണ്. അതുപോലെ അല്പം മല്ലിയില ചേർക്കുന്നത്. സവോള, പച്ചമുളക്, അല്പം ഉപ്പ്. പോരെങ്കിൽ പിന്നീട് ചേർക്കാം. ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പിട്ടാണ് പിഴിഞ്ഞെടുത്തത്. ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ഇത്ര നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത്, പനീർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കാം. പോരെങ്കിൽ ചേർക്കാം. അല്പം ഉപ്പ്. ഇനി അല്പം മല്ലിയില, കുരുമുളകും. ഈ മിക്സ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. നേരത്തെ കലക്കി വെച്ചിരുന്നു മുക്കി.
ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എണ്ണ ചുക്കായി ഇനി കട്ട്ലറ്റ് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മറിച്ചിടാം. ഇനി ഇതോരോന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്യും. നമ്മുടെ കട്ട്ലറ്റ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു തവണ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് ഉറപ്പാകും. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.